ഹലോ, അപ്പം നമുക്കിന്നൊരു ഫിഷ് കറിയുടെ റെസിപ്പി ആയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങാപ്പാൽ, പുളി അതൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കുക. ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഒരുപാട് എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. എനിക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1-2 പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്നായി വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമുക്ക് പിന്നീട് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം കറി മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ സാധാരണ ഇവിടെ തേങ്ങ അരച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. ഇന്ന് കറണ്ട് പണി തന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കറി ഉണ്ടല്ലോ, നമ്മൾ വെക്കുന്ന ദിവസം കഴിക്കുന്നതിനേക്കാളും ഇത് പിറ്റേ ദിവസം കഴിക്കാനാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. കറി നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചൂടാകുമ്പോഴത്തേക്കും മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫിഷ് കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഫാമിലി വ്ളോഗ്.